നമസ്കാരം. ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമ്പോഴും റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തണം എന്നാണ് ട്രംപിന്റെ ശാഠ്യം. ഈ ശാഠ്യത്തിന് ഇന്ത്യ വഴങ്ങിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിക്ക് മേൽ അമേരിക്കയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന അഭിപ്രായം ശക്തമാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ പ്രത്യേക സമിതിക്ക് ഇന്ത്യ വഴങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശനിയാഴ്ച പുറത്തുവിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം ഉന്നതതല സമിതിയായിരിക്കും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കുക. ഇന്ത്യ നേരിട്ടോ പരോക്ഷമായോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടോ എന്ന് ഈ സമിതി പരിശോധിക്കും. ഇതോടെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടി വരും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി പരിശോധിക്കാനായി US വാണിജ്യ, ട്രഷറി, ആഭ്യന്തര സെക്രട്ടറിമാർ അടങ്ങുന്ന സംഘത്തെ ചുമതലപ്പെടുത്തും. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്നും പകരം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്നും ട്രംപിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വീണ്ടും തുടങ്ങിയാൽ ഇന്ത്യയുടെ മേൽ 25% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണി ട്രംപിന്റെ ഉത്തരവിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 50% വരെയായിരുന്ന അധിക നികുതി 18% കുറയ്ക്കുന്നതിന് പകരമായിട്ടാണ് ഇന്ത്യ ഈ നിബന്ധനകൾ അംഗീകരിച്ചതെന്നാണ് US വാദം. കൂടാതെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി $500 ബില്യൺ വർദ്ധിപ്പിക്കുമെന്നും ഇത് നിലവിലുള്ളതിന്റെ 3 ഇരട്ടിയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി വ്യക്തത വരുത്തിയിട്ടില്ല. കരാർ നടപ്പിലാക്കിയാൽ ദീർഘകാലമായുള്ള ഇന്ത്യ-റഷ്യ പ്രതിരോധ തന്ത്രപ്രധാന ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധസമയത്ത് ആഗോള ഇന്ധന വില പിടിച്ചു നിർത്താൻ ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങിയത് സഹായിച്ചിരുന്നുവെങ്കിലും ഇത് സ്വകാര്യ കുത്തക കമ്പനികൾക്കാണ് ഗുണകരമായതെന്നായിരുന്നു അമേരിക്കയുടെ ആദ്യഘട്ടത്തിലെ ആരോപണം. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ട്രംപിന്റെ ആവശ്യത്തിന് ഇന്ത്യ വഴങ്ങുകയായിരുന്നു എന്നാണ് നേരത്തെ മുതൽ പുറത്തുവന്ന വിവരം. $270 കോടി റഷ്യൻ എണ്ണയാണ് ഡിസംബറിൽ ഇന്ത്യ വാങ്ങിയത്. ഇതാകട്ടെ 2024 ഡിസംബറിനേക്കാൾ 15%, 2024 ഡിസംബറിനേക്കാൾ 27.1% കുറവാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന ഇറക്കുമതിയാണ് ഡിസംബറിൽ നടന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 1%-ലും താഴെയായിരുന്നു റഷ്യയുടെ വിഹിതം. പിന്നീട് റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉപരോധം പ്രഖ്യാപിക്കുകയും റഷ്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തതോടെ ഇന്ത്യക്ക് വലിയ തോതിൽ റഷ്യ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടിയതോടെ ഇന്ത്യൻ കമ്പനികൾ വൻതോതിൽ വാങ്ങിക്കൂട്ടി. ഇതോടെ റഷ്യയുടെ വിഹിതം 40% വരെ ഉയർന്നിരുന്നു.